അതിലൊരു രാഷ്ട്രീയവും ഇല്ല. അതിപ്പോ പോലീസ് അന്വേഷണം നടന്നു വരുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വസ്തുതകൾ കണ്ടെത്തട്ടെ. യഥാർത്ഥ പ്രതിയെയാണ് പോലീസ് പിടിച്ചത്. അതെ, അതിന്റെ നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. യെസ്, അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹവും ജയിലിലെത്തിയാണ്. അന്ന് എടുത്ത സമീപനം ഇതായിരുന്നു. CPM-ന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കേസ്. അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIM-കാരുടെ പേരിലെടുത്ത കേസ്. അതിനിപ്പം ജയിലിലെത്തിയ ഒരാള് ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാമണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. 3 പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി, ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതെല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു വസ്തുതക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്യുന്നതൊരു വസ്തുതയില്ല. ടി കെ രജീഷിനെല്ലാം പിന്നീട് പ്രതിയാക്കപ്പെട്ടതാണ്. എല്ലാവരും കുറ്റം സമ്മതിച്ചു എന്നല്ലേ പോലീസും CBI-യും ഒക്കെ കോടതിയിൽ കൊടുക്കുക. കോടതിയിൽ കൊടുക്കുന്ന എല്ലാ രേഖകളിലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.